much we is pleasure, boom, cheap pleasure. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ 7 Days to Die എന്നാണ്. ഇത് ഞാൻ ഓൾറെഡി ഒന്ന് കളിച്ച് നോക്കിയായിരുന്നു. ഈ ഗെയിമിന് ഇത് മൾട്ടിപ്ലെയർ ഒക്കെ ഉണ്ട് ഗൈസ്. ഈ ഗെയിമിനകത്ത് നമുക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിക്കണമെങ്കിൽ സുഖമായിട്ട് കളിക്കാം. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാട്ടിൽ നമ്മൾ സോംബീസ് കുറേ ഉണ്ട്, അവിടെ നമ്മൾ സർവൈവ് ചെയ്യണം. അതാണ് ഈ ഒരു ഗെയിം നമ്മളെ ഉദ്ദേശിക്കുന്നത്, അതാണ് ഈ ഗെയിം പറയുന്നത്. പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എനിക്ക് ശരിക്കും കളിക്കാനൊന്നും അറിയത്തില്ല. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഈ ഗെയിം എന്ന് വെച്ചാൽ. ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടാന്നേ ഉള്ളൂ. ഇതൊക്കെ വായിച്ചിട്ട് എന്തോ കിട്ടാൻ. ഓക്കെ ഗൈസ്, നമ്മൾ ഗെയിമിൻ്റെ ഇൻ്റർഫേസ് എന്ന് വെച്ചിരിക്കുകയാണ്. വലിയ ഗ്രാഫിക്സും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെർച്ച് ചെയ്യുക, അതിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക, അതൊക്കെ നമുക്ക് ആവശ്യം വരും. ചില സാധനത്തിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും, അതൊക്കെ ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും. ഇതൊക്കെ എന്തിനാണെന്നൊന്നും അറിയില്ല, കാരണം ഞാൻ ഗെയിം കൂടുതൽ കളിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഓൺലൈനിൽ കൂടെ കളിക്കാം, ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിക്കാം. അത് ഇങ്ങനെയൊക്കെ ചെയ്യാം ഗൈസ്, അല്ല അതിനൊക്കെ എന്തോ പറയാൻ. ഓക്കെ ഗൈസ്, ഗ്രാഫിക്സ് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു 6GB റാമിൻ്റെ PC ഒക്കെ ഉണ്ടെങ്കിൽ സ്മൂത്തായിട്ട് ഓടും, വേറെ പ്രശ്നമൊന്നുമില്ല. ഗെയിം ഞാൻ കളിച്ചതിൽ അടിപൊളി ഗെയിം തന്നെയാണ്. ഇതിൻ്റെ തന്നെയാണ്, സോംബീസിൻ്റെ ആണ്. പക്ഷേ എന്താ, ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കളിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അത് എല്ലാ ഗെയിമും അങ്ങനെ തന്നെ, കളിച്ച് പഠിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാനിത് ജസ്റ്റ് ഈ ഒരു ഗെയിം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഗൈസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നിനുമല്ല. ഇതിൻ്റെ ഇനിയും നമുക്ക് മിഷനൊന്നും വരത്തില്ല, കാരണം ഇത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ. സോറി. ഓക്കെ, അതൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ന് പോകാൻ ഗൈസ്. നമുക്ക് ഈ വീടിൻ്റെ അകത്തൊക്കെ നോക്കാം. ഞാൻ ആദ്യമേ നേരത്തെ കളിച്ച സമയത്ത് റോഡിൽ കിടന്ന സാധനം മാത്രമായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ആ വീടിൻ്റെ അകത്ത സാധനം ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ എന്തുവാ, ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ചുമ്മാ കണ്ടപ്പോഴാണ് അറിയുന്നത് വീടിൻ്റെ അകത്തെ എടുക്കാം ചെയ്യാനാ. അയ്യോ എടാ, എന്തുവാടത്? എൻ്റെ ദൈവമേ, എടാ പേടിപ്പിച്ച മനുഷ്യനെ. ഇത് ഞാൻ ആദ്യമായിട്ടോ കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഒളിച്ചിരിക്കുന്നതൊക്കെ ആദ്യമായിട്ട് കാണുക. എൻ്റെ ദൈവമേ, ഇതൊക്കെ എവിടെ നിന്നൊക്കെ വരുന്നത്? ഒരു കാര്യം ചെയ്യാം, ഇതിനെങ്ങനെ കൊല്ലുന്നു? തീ വെച്ചിട്ട് പോലും ചാവുന്നില്ല, കൊണ്ടൊക്കെ വേണ്ട വരുന്നു അടിക്കാൻ കൊല്ലാം. ഇതിൻ്റെയൊക്കെ മോന്ത കണ്ടോ, ഒരുമാതിരി പട്ടിയൊക്കെ കടിച്ച പോലെ. കൊള്ളത്തില്ല ഇതെന്ന് കാണാം. ഇതെന്നിട്ടും ചാവത്തില്ലേ? ഇവിടെ ഇത് എന്നിട്ടും ചാവുന്നില്ല, അത്രയും തീ പിടിച്ചിട്ട്. മിക്കവാറും നമ്മൾ ചാവും തോന്നുന്നു. ഇതിപ്പോൾ ഇത്രയും തീ പിടിച്ചിട്ട് പോലും ചാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടു മച്ച് ഗൈസ്. അതൊക്കെ ഭയങ്കര കഷ്ടം തന്നെ. അങ്ങനെ നമ്മൾ ബാൻഡേജ് യൂസ് ചെയ്തു. ഇനി നമുക്ക് ലൈഫൊക്കെ കൂടും. ഈ അടിക്ക് അവൻ തീരും, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഈ അടിക്ക് അവൻ തീരും. ഈ അടി കൂടെ അവൻ തീർന്നില്ലെങ്കിൽ പിന്നെ കളിച്ചിട്ട് കാര്യമില്ല. എന്ത് ചെയ്യാനാ ഗൈസ്, കഷ്ടപ്പാടാണ് ഗൈസ്. ഞാൻ ശരിക്കും പേടിച്ചു പോയി, അതെങ്ങനെയാണ് ശരിക്കും. ഇതൊക്കെ ഇരിക്കട്ടല്ലേ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ. എന്തായാലും ബാക്കി നോക്കാം ഗൈസ്. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് സെർച്ച് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എല്ലാം നമുക്ക് സെർച്ച് ചെയ്യാം. ഗൈസ്, ഫ്രിഡ്ജിൽ കഴിക്കാനൊന്നുമില്ല. ഒരു ലാപ്ടോപ്പൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും ഇല്ല ഗൈസ്.
ഇതൊക്കെയാണ് പ്രശ്നം. സാധനമൊന്നുമില്ല, പിന്നെന്തിനീ കുന്തൊക്കെ. ഒരു വീടുണ്ടാക്കി ഇട്ടേക്കുക, അതൊരു കാട്ടിനകത്ത്. പക്ഷേ അതിനകത്ത് സോംബീസൊക്കെ ഒളിച്ച് സാറ്റ് കളിക്കുന്ന ഞാൻ നോക്കുമ്പോൾ എല്ലാവരും കൂടെ ഇതിനകത്തിരുന്ന് എല്ലാവരും സാറ്റ് കളിക്കുക, ഒളിച്ചൊക്കെ ഇരിക്കുന്നു. അയ്യേ, ഇതൊക്കെ എന്താ സോംബീസിന് അങ്ങനത്തെ ബുദ്ധിയൊന്നുമില്ല. നമ്മളെ ചുമ്മാ പൊട്ടന്മാരാക്കുക. ഇതെന്തോ ആണെന്നൊന്നും അറിഞ്ഞൂടാ. കുക്കീസോ കാര്യങ്ങളോ എന്താണ്ടാണ്, ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ ചുമ്മാ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമുക്കൊരു തോക്കോ അങ്ങനത്തെ വല്ല സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി. പക്ഷെ ഞാൻ ഫസ്റ്റ് കളി കളിച്ചപ്പം എനിക്കൊരു നൈഫ് കിട്ടിയായിരുന്നു കേട്ടോ, ഒരു കത്തി കിട്ടിയായിരുന്നു. കത്തി അത് അത്യാവശ്യം അടിപൊളിയായിരുന്നു. അത് വെച്ച് നമുക്ക് കൊല്ലാനൊക്കെ സൂപ്പറായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടുമോയെന്ന് അറിയത്തില്ല. ദേണ്ട് വരുന്നു, സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവമേ, ഓടട്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ അവനെ അടിച്ചു കൊണ്ടായിരുന്നില്ല. അയ്യോ, ഓടട്ട്. വേണ്ട ഇതായിരുന്നോ അത്? പക്ഷെ അതൊരു പെണ്ണുപിള്ളയല്ലായിരുന്നോ? ഇതിൽ മെയിലാണല്ലോ. ഇനി കുറേ എണ്ണം കണ്ടുണ്ട് ഇതിനകത്തൊക്കെ. അവിടെ ഇവിടെ എല്ലാം ഒളിച്ചിരിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, പയ്യെ അങ്ങോട്ട് പോകുക. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട. അല്ല, ഇതിനൊക്കെ എന്തോ പറയാന്. നമുക്കിവിടെ ഒളിച്ചിരിക്കാം, മുട്ടുകുത്തിയിരിക്കാം. നമ്മുടെ സൈഡിൽ മറ്റേ അയ്യയുടെ പടമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളെ കാണുമോ ഇല്ലയോ എനിക്കറിയത്തില്ല. കാണുമോ ഇല്ലയോ? കണ്ടോ പുള്ളി കണ്ടോ? എന്തി വരുന്നുണ്ട്. പുള്ളി കണ്ടെന്നാണ് തോന്നുന്നത്. കണ്ട് കേട്ടോ, കണ്ടോ നമ്മളെ നോക്കിയാ വരുന്നത്. നമ്മൾ പുള്ളിയെ പ്രാങ്ക് ചെയ്തു. കഷ്ടമുണ്ട്, പുള്ളിയെ പറ്റിച്ചു. ഇപ്പുറത്തൂടെ കറങ്ങി ചെന്ന് പാവം. മറ്റേ പെണ്ണുപിള്ള എന്ത് ചെയ്യും? ഇവിടെ എല്ലാം ആൾക്കാരാണ് ഗൈസ്. ഇവിടെ എല്ലാം സോംബീസിൻ്റെ ഭയങ്കരമായിട്ട് കൂട്ടങ്ങളായി. നല്ല ചെയറൊക്കെ എടുക്കുന്നു. ഇപ്പോൾ അവന്മാരെല്ലാവരോടും ഓടി വരും. എന്ത് ചെയ്യാനാ? കനലൊന്നും എടുക്കണ്ട, ചുമ്മാ ഇപ്പോൾ കനലൊക്കെ എടുത്ത് കൈ വെച്ച് തരാം. ഇതൊന്നും നോക്കാൻ പറ്റത്തില്ല. എന്നിട്ട് പട്ടി, എൻ്റെ ദൈവമേ, പട്ടി. ഇതിനൊക്കെ എങ്ങനെ ഒന്ന് ബോണിട്ട് കൊടുത്താൽ മതിയായിരിക്കും അല്ലേ? നമ്മൾ ബോണിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ബോണൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെയും നീണ്ടു വരുന്നു. കഷ്ടപ്പാടാ. വഴിയാ പോകുന്നത്. ഈ പട്ടിയൊക്കെ കടിച്ച് മിക്കവാറും ഇതിനെ അടിച്ചു കൊല്ലേണ്ടത്. എന്താ പട്ടി ഇത് ഡോബർമാനാന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. ഇത് ഡോബർമാനാ. ചത്ത് നമുക്ക് ബ്ലീഡിങ് ആയി. പക്ഷെ എനിക്ക് ഫസ്റ്റ് എയ്ഡ് ഇല്ല, ബാൻഡേജ് ഇല്ല. അതാണ് മെയിൻ പ്രശ്നം. നല്ല ബ്ലീഡിങ് ആയി. എനിക്ക് തോന്നുന്നുണ്ട് വൈറസിൻ്റെ ഒക്കെ സംഭവം സൈഡിൽ കണ്ടോ. നമുക്കിനി വൈറസൊക്കെ പിടിക്കും. ഇനി അങ്ങനെയൊക്കെയാ, വൈറസൊക്കെ പിടിച്ച് ആകെ വള്ളിയാവും ഗൈസ്. അതാണ് സത്യം ഗൈസ്. ഇതിനി എന്ത് ചെയ്യുന്നത്? ഓക്കെ, അതിനി കഴിഞ്ഞ് അതിനി വേണ്ടോ? അത് മെനക്കേടാ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മരുഭൂമിയിലാണ് അടുത്ത സ്ഥലം. പിടിച്ച് നോക്കാം. കൈ അങ്ങ് പറഞ്ഞു കേട്ടോ, കൈ നിറച്ച് മുള്ള. ഒന്നാമതെ ബ്ലീഡിങ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താണ്ട് സംഭവം ഇവിടെയൊക്കെ എന്താണ്ടൊക്കെയോ ഉണ്ട്. കുറേ സോംബീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്കതങ്ങോട്ട് അറിയത്തില്ലെന്നേ ഉള്ളൂ. ഇവിടെയൊക്കെയാണ് സോംബീസൊന്നും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല ഗൈസ്. ഇവന്മാർ ഒളിച്ചിരിക്കുകയൊക്കെയാണ് മെയിൻ പരിപാടി. ഇതൊന്ന് ജനറേറ്റർ കത്തിപ്പോയെന്ന് തോന്നുന്നു. ഓക്കെ, ജനറേറ്റർ കത്തിപ്പോയി. അതല്ല നല്ല ലൈറ്റ്. എടാ, ഇതൊരു ശവമല്ലേ? ഈ ശവമല്ലേ ഈ കിടക്കുന്നത്? ഈ ശവത്തിൻ്റെ ഫ്രണ്ടിൽ ഇതിന് ലൈറ്റ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടൊരു സോംബി വരുന്നു. അതുകൊണ്ട് കണ്ടോ ഗൈസ്, ഇതൊക്കെയാണ് മെയിൻ പ്രശ്നം. ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോകാൻ പറ്റും? ഇല്ല, പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വീടൊക്കെ ഇടിച്ച് പൊളിക്കാം കേട്ടോ. വീടൊക്കെ ഇടിച്ച് പൊളിക്കാം. പക്ഷെ സമയം എടുക്കും തോന്നുന്നു. അതൊക്കെ സമയം എടുക്കും ഗൈസ്. അതൊക്കെ സമയം എടുക്കും.
നമുക്ക് ഈ വീടിനകത്ത് കയറിയാൽ വെള്ളം കുടിക്കാം. ഓക്കെ, വെള്ളം കുടിച്ചു ഗൈസ്. നമ്മൾ വെള്ളം കുടിച്ച് ഇനി നമുക്ക് ഇതിനകത്ത് കയറാൻ ഗൈസ്. എന്തിനാ ഈ വാതിൽ ശരിക്കും ഇനി ഉണ്ടാക്കിയിട്ടേക്കുന്നത്? ഈ വാതിൽ ഇനി അടച്ചിട്ടേക്കുന്നത് എന്തിനാ? അതാണ് ഗൈസ് നമുക്ക് അറിയാത്തത്. ഗൈസ് ഇവിടെ എവിടെയോ ഒരു സംതിങ് ഫിഷിങ്, ഒരു വല്ലാത്ത സൗണ്ട് ഉണ്ട് ഗൈസ്. ഇവിടെ എവിടെയോ വരുന്നുണ്ട്. ഉണ്ട് ഇവിടെ എവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഇരിക്കാം, അനങ്ങണ്ട. ചിലപ്പോൾ വേണേ അനങ്ങിക്കഴിഞ്ഞ് ഇവന്മാർ വന്നാലോ. അനങ്ങാതെ ഇവിടെ ഇരിക്കാം ഗൈസ്. നീണ്ടു വരുന്നു. അയ്യോ, എന്തോ ആടാ അത്, ഒരു വണ്ണച്ചിത്തള്ള എന്തോ വൈകൊക്കെ. ഇവരൊക്കെ ഇനി എന്ന് വരാനാ? ഒരാടി ഒളിഞ്ഞൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഡോറടച്ച് ഗൈസ്. സോംബിക്ക് ഒളിച്ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള ബുദ്ധി, അല്ലാതെ ഡോറ് തുറന്നു തരാനുള്ള ബുദ്ധിയില്ല. അതാണ് ഹൈലൈറ്റ്. പിന്നെ ഇവിടെ വാതിലൊന്നും പുറത്തേക്ക് ഉണ്ടായിട്ട് ഗുണമൊന്നുമില്ല ഗൈസ്. ഒരു ഡോറൊക്കെ പൊളിച്ച് എല്ലാം നശിപ്പിച്ചിട്ടേക്കാണ് ഗൈസ്. വീട് മുഴുവൻ ഈ സോംബീസ് വീട് മുഴുവൻ തിന്നുവാൻ തോന്നുന്നു. ആൾക്കാരെ അല്ല ഇതിന് വേണ്ടേ, വീടാന്ന് തോന്നുന്നു വേണ്ടേ. ഇത് നമ്മൾ വീട് മുഴുവൻ നശിപ്പിച്ച് എല്ലാം ഉണ്ടാക്കി ഇട്ടേക്കുന്നു. അത് പൂവോ എന്തോ സാധനമൊക്കെയാ നല്ല കിട്ടി. ദേണ്ട അടുത്തത്. എൻ്റെ ദൈവമേ, ഇവിടെ നിന്നൊക്കെ സ്കൂട്ടാവാം. അതുകൊണ്ട് കൊണ്ടച്ചിത്തറ ഇനി എന്ന് വരാനാ? അവരൊക്കെയാ പിടിക്കാൻ നടക്കുന്ന. കഷ്ടമുണ്ട്. എന്താ വന്നോ അവർക്ക്? അതുകൊണ്ട് വരുന്നേ ഉള്ളൂ. എനിക്ക് സാധനമൊക്കെ എടുത്തിട്ട് നാളെ പോയാലും മതി. കണ്ടോ, അവർ പെയ്യ വഴിയൊക്കെ നോക്കി ചെടിയുടെ സൈഡിൽ കൂടെ ഒക്കെ വരുന്നേ ഉള്ളൂ. എന്താ ചെയ്യാൻ? അതുകൊണ്ട് അതുവഴിയൊക്കെ വരുന്നു. ഇതുവഴി ഇരുന്നിട്ട് എന്തായാലും അവരിനി എന്ന് വരാനാ ഗൈസ്? നമുക്ക് പെയ്യെ കണ്ട് ഇവിടെ എല്ലാം ഗൈസ് ആൾക്കാരാണ്. ഇതുകൂടെ നമുക്കങ്ങ് എടുക്കാം. എൻ്റെ ദേഹത്ത് വൈറസ് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. വൈറസ് 82. ഗ്യാസ് ക്യാനൊക്കെ ആവശ്യം പോലും ഉണ്ട് കേട്ടോ. ഗ്യാസ് ക്യാനൊന്നും ഒരു ക്ഷാമമില്ല. ഓക്കെ, നമുക്ക് താഴോട്ട് പോയിട്ട് ഇവിടെ ഒളിച്ചിരിക്കാം ഗൈസ്. നമ്മളിവിടെ ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മളെ കണ്ടുപിടിക്കുമോ ഇല്ലയോ നോക്കാം. നമുക്ക് എന്തായാലും കണ്ടുപിടിക്കത്തില്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയണേ. ഗ്യാസ് ക്യാൻ വീണ്ടും ഗ്യാസ് ക്യാൻ 219. ഗ്യാസ് ക്യാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. വേണ്ട വരുന്നു ഗൈസ്. നമ്മളെ പിന്നെയും കണ്ടുപിടിച്ചു. നമ്മൾ മുള്ളു ദേഹത്ത് കണ്ടു കേട്ടോ. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇനി ഇവിടെ ഇരിക്കാം. ഇനി ഇവിടെ വന്ന് കണ്ടുപിടിക്കാമെന്ന് അറിയത്തില്ല. വേണേ ഇവിടൊക്കെ ഇങ്ങ് വരും. വെള്ളത്തിനടി പോയി കഴിഞ്ഞാൽ അവിടെയും വരും ഗൈസ്. നമുക്കിവിടെ ശ്വാസം എടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എന്തായാലും ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്കിനി അടുത്ത ദിവസം വേറൊരു ഗെയിമായിട്ട് വരാം. ഈ സോംബീസിൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഗൈസ് ഈ ഒരു ഗെയിം കളിക്കണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയ ഗെയിം തന്നെയാണ്. നമ്മളൊരു നാട്ടിൽ ഇങ്ങനെ സോംബീസ് ഉള്ളിടത്ത് പെട്ടു പോകുന്നതാണ്. ഇത്രേ ഉള്ളൂ ഈ ഗെയിം. എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ ഗൈസ്.